ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. നമുക്ക് ഈ മുരുകക്ഷേത്രത്തിന് മുന്നിൽ വൈകുന്നേരമുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതിനു മുമ്പ് ഞാൻ രാവിലെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വൈകുന്നേരമുള്ള കാഴ്ചകളാണ്. ഇപ്പം വൈകുന്നേരം 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ക്യൂ നിന്ന ശേഷമാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പറ്റിയത്. ആർച്ചിനകത്തൂടെ കയറുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ആ വലിയ ഗോപുരവും അതിനോട് ചേർന്ന് തന്നെ ഒരു വസന്ത മണ്ഡപമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ക്യൂ കോംപ്ലക്സുകളൊക്കെ ഉണ്ട്. ഫ്രീ ദർശനത്തിനുള്ള ക്യൂ അതെല്ലാം ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് എവിടെ കൂടെയാണ് പോകേണ്ടതെന്നല്ല. ഇത് ശനിയാഴ്ച കേട്ടോ. പൊതുവേ നല്ല തിരക്കുണ്ട് ഈ ശനിയാഴ്ച ആയിട്ട്. കാരണം ഇവിടെ ഇപ്പം ക്യൂ കോംപ്ലക്സൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം വെയിലടിക്കുന്നത്, നമ്മളെ നടക്കുമ്പോൾ കാല് പൊള്ളായിരിക്കാൻ കാർപ്പറ്റ്, അങ്ങനെ ഒരുപാട് സംവിധാനം ഇവിടെ ഇപ്പം റിനോവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആനയെ കാണാം. ഇവിടെ ഒരു ആനയുണ്ട്. ആനയതും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ നടന്നു പോകണം ആനയെ കെട്ടിയിട്ടിരിക്കുന്ന അടുത്തേക്കാണ്. അതൊരു പിടിയാനയുണ്ട്. ഇതാണ് കേട്ടോ ആന. നല്ല മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു പിടിയാനയുണ്ട്. ഇതാണ് പെയ്ഡ് ദർശൻ ക്യൂ കോംപ്ലക്സ്. കണ്ടത് ഈ ഒരു ക്യൂ കോംപ്ലക്സ് ആണ്. നമ്മുടെ ആന നിൽക്കുന്നതിന് മുന്നിലൂടെയാണ് ഈ കോംപ്ലക്സ് നമ്മളിവിടെ കാണുന്നത്. ഈ കോംപ്ലക്സിന് താഴെ വരുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ളൊരു ഫ്രണ്ട് കാണുന്നുണ്ട്. മുൻവശം ക്ഷേത്രത്തിൻ്റെ. ഈ കോവിലിൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് മുരുകൻ്റെ ഫോട്ടോകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പല വെറൈറ്റിയുള്ള ഫോട്ടോകളാണല്ലോ കേട്ടോ. ഇത് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ. ഇതിന് അടുത്തായിട്ടാണ് കടൽ ഉള്ളത്. ദോ കാണുന്നതാണ് നമ്മുടെ കടൽ. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. അവിടെ വൈകുന്നേരം ആയാലും ഈ ദർശനത്തിന് വൈകുന്നേരം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ മറ്റേത് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു വെയിലും അതിൻ്റെ ഒരു ക്ഷീണമെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. കാരണം മിനിമം 3-4 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ നമുക്കൊരു ദർശനം കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അത്ര രൂക്ഷമായ ക്യൂ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ദർശനവും കിട്ടും. ഇത് ബീച്ചിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ബീച്ചിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. പിന്നെ പക്ഷി ശാസ്ത്രജ്ഞൻ, പശു, കാള, അങ്ങനെ എല്ലാം ഈ ബീച്ചിലുണ്ട് കേട്ടോ. ഈ കാണുന്നുണ്ട് ഷഷ്ടി മണ്ഡപം. ഇവിടെയും ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട് ആ മണ്ഡപത്തിനകത്തും. ഈ നമ്മുടെ കോവിലിൻ്റെ മുന്നിലേക്കായിട്ടുണ്ട് വരുന്നത് ഷഷ്ടി മണ്ഡപം. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു മണ്ഡപമാണ് ശൂരസംഹാര ഗാലറി എന്ന് പറഞ്ഞൊരു മണ്ഡപവും ഈ ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഷഷ്ടി മണ്ഡപത്തിനോട് ചേർന്നാണ് ഈ ശൂരസംഹാര ഗാലറി സ്ഥിതി ചെയ്യുന്നത്. ഈ ഷഷ്ടി മണ്ഡപം അതിനോട് ചേർന്നാണ് ഈ ശൂരസംഹാര ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. ആ ബിൽഡിങ്ങിനെ തന്നെ
നമ്മുടെ എൻഡിൽ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്ന ആ ഭാഗത്തായിട്ട് ഒരു നാഴിക്കിണറുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നാഴിക്കിണറുണ്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു മണ്ഡപം കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് മുന്നിലൂടെയാണ്. ഇതിനകത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് നാഴിക്കിണറിൽ നിന്ന് ഒരു നാഴി വെള്ളം എടുത്ത് നമ്മുടെ തലയിലേക്ക് ഒഴിച്ചു തരും. അത് നമ്മൾ കടലിൽ സ്നാനം ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഓരോരുത്തരും വരുന്നത് കാണുന്നത്. മൂവർ സമാധി കേട്ടോ. അതായത് തിരുച്ചെന്തൂർ തീർത്ഥാടനത്തിനായി വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മൂവർ സമാധി എന്ന് പറയുന്നത്. ഈ മൂവർ സമാധി എന്താണെന്ന് നമുക്ക് നോക്കാം. ആ സമാധിയിലേക്ക് പോകുന്നിടത്ത് ഇപ്പം പണികളൊക്കെ നടക്കുകയാണ്. ഇത് അതിദിവ്യമായൊരു പുണ്യസ്ഥലമാണ് കേട്ടോ. മുരുക ഭക്തരായി ജീവിച്ച് 18-20 നൂറ്റാണ്ടിനിടയിൽ ജീവിച്ച ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച 3 മഹാന്മാരുടെ ജീവസമാധികളാണ് ഈ മൂവർ സമാധി എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ആ മൂവർ സമാധിയിൽ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് കേട്ടോ മൂവർ സമാധിയിലേക്ക് പോകുന്ന വഴി. ഇതിൽ ഒന്ന് ശ്രീ മൗനസ്വാമികൾ പൂർണ്ണമായും മൗനവ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര കാര്യങ്ങളൊക്കെ ആയി ജീവിച്ചൊരു സിദ്ധനാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് കാശി സ്വാമികൾ. കാശിയിൽ നിന്ന് തിരുച്ചെന്തൂരിലെത്തി മൗനസ്വാമികളോടൊപ്പം ചേർന്ന് ഭിക്ഷാടനത്തിലൂടെ കുണ്ടികളിലൂടെയും വലിയ തുക സ്വീകരിച്ച് ക്ഷേത്ര നിർമ്മാണത്തിനായി വഴിതെളിച്ച ഒരു മഹാനാണ് ഈ കാശി സ്വാമികൾ. പിന്നെ ഉള്ള മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ആറുമുഖസ്വാമികൾ. മൗനസ്വാമികളുടെ സമാധിക്ക് ശേഷം തുടർച്ചയായി 24 വർഷത്തോളം കഠിനാധ്വാനം ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ഗോപുര മണ്ഡപ പണികൾ പൂർത്തിയാക്കിയ ഒരു ഭക്തനാണ്. അതാണ് ഈ മൂവർ സമാധി എന്നറിയപ്പെടുന്ന ഈ സ്ഥലവും ഈ മൂവർ സ്വാമികളും. ഇവർ പൂർണ്ണമായും മുരുക ഭക്തരായി മുരുകന് വേണ്ടി ആൾക്കാർ മുരുക ഭഗവാൻ തങ്കരഥത്തിൽ എഴുന്നള്ളുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. തിരുച്ചെന്തൂരിലെ മുരുക ഭഗവാൻ തങ്കരഥത്തിൽ എഴുന്നള്ളുന്ന ഒരു കാഴ്ചയാണ്. ഇത് എല്ലാ ദിവസവും വൈകുന്നേരം 6:30-ക്കാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. രഥത്തിൽ അലങ്കരിച്ച് മുരുക ഭഗവാനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. വെള്ളിക്കുതിരയെ കൂട്ടിയ ഒരു രഥമാണ്, തങ്കരഥമാണിത്. ആ മുരുകൻ്റെ തങ്കരഥം ഇറങ്ങിയപ്പോൾ ആ പുറകുവശത്തൊരു മയില് ആ ഗോപുരത്തിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ മയിലിനെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് ആ മയില്. யானை யாரும் தொடக்கூடாது. யானை முன்னாடி செல்ஃபி மட்டும் போட்டோ எடுக்கக்கூடாது. யானை யாரும் தொடக்கூடாது. யானை முன்னாடி செல்ஃபி மட்டும் போட்டோ எடுக்கக்கூடாது. யானை யாரும் தொடக்கூடாது. போட்டோ எடுக்கக்கூடாது. யானை யாரும் தொடக்கூடாது. போட்டோ எடுக்கக்கூடாது.